നിലമ്പൂർ വിധിയെഴുതുകയാണ്. 3 മണി വരെ 59.68% പോളിംഗ്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയിലും രാവിലെ മുതൽ തന്നെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് ഉണ്ടായിരുന്നത്. 2,32,000 വോട്ടർമാരാണ് വിധിയെഴുതുന്നത്. വിവരങ്ങളുമായി വർഷയുണ്ട്, കെ പ്രശാന്ത് ഉണ്ട്, ഒപ്പം ടി കെ അരവിന്ദനുമുണ്ട്. ആദ്യം വർഷയിലേക്കാണ്. വർഷ, ഇപ്പോൾ 3 മണി വരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വെച്ചാണ് ഇപ്പോൾ 59.68% പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞിപ്പോൾ മണിക്കൂറുകളായി. അപ്പോൾ തീർച്ചയായും പോളിംഗ് ശതമാനം ഉയരേണ്ടതല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം ഈ ബൂത്തുകളിലൊക്കെ ആളുകളുടെ നിര ഇപ്പോഴുണ്ടോ? മായ, പുതിയ കണക്കനുസരിച്ച് 4 മണിക്ക് വന്ന പുതിയ കണക്കനുസരിച്ച് ഇപ്പോൾ 64% പോളിംഗ് ശതമാനമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് വലിയ ഒരു ഉയർച്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത്ര പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ ഇത്രയും ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയെന്നുള്ളത് വളരെ മുന്നണികൾക്കെല്ലാം ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഉച്ചവരെ ശക്തമായ മഴ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്കെല്ലാം വലിയ ആശങ്കയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഇപ്പോൾ വന്നിട്ടുള്ള കണക്കനുസരിച്ച് വലിയ ഉയർന്നൊരു പോളിംഗ് ശതമാനം തന്നെയാണത്. പക്ഷേ ഇനി ഒരു മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ 75% പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ മുന്നണികളെല്ലാം കണക്ക് കൂട്ടും പോലെ അവരുടെ ഭൂരിപക്ഷം എല്ലാം കണക്കാക്കാൻ പറ്റുകയുള്ളൂ. കാരണം 15,000 അതേപോലെ 25,000 വോട്ടുകൾ എന്ന് പറയുമ്പോഴും അത് 75% പോളിംഗ് ശതമാനം കണ്ടിട്ടാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു 75% എത്തിയാൽ മാത്രമേ മുന്നണികൾ പറയുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാകൂ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ആശങ്കയായിരുന്നു. രാവിലെ മഴ പെയ്തപ്പോൾ അത് പ്രതിസന്ധിയായെന്ന് എം സ്വരാജും അതുപോലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും പറഞ്ഞിരുന്നു. അതേസമയം മഴ ഒരിക്കലും പ്രതിസന്ധിയാവില്ല, അനുകൂലമായ സാഹചര്യമാണുള്ളതെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചത്. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത്. വിവാദങ്ങളെല്ലാം പുകയുമ്പോഴും ആർക്കും ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. മോദിയുടെ വികസിത രാഷ്ട്രമാണ് താൻ മുന്നോട്ട് വെച്ചതെന്നാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ രാജ് പ്രതികരിച്ചത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ വലിയ കുതിപ്പുണ്ടാകുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. എം സ്വരാജും വലിയ ആത്മവിശ്വാസത്തിലാണ്. നമുക്കറിയാം, എം സ്വരാജ് തുടക്കം മുതൽ തന്നെ വിവാദങ്ങളിൽ നിന്നെല്ലാം ഉൾവലിഞ്ഞു നിന്നിരുന്നു. താൻ മുന്നോട്ട് വെച്ചത് പ്രധാനമായും ജനങ്ങളുടെ കാര്യങ്ങളാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങളാണെന്നുള്ള കാര്യമാണ് എം സ്വരാജ് പറയുന്നത്. അതുകൊണ്ട് തന്നെ താനും തൻ്റെ പ്രവർത്തകരും വലിയ ആത്മവിശ്വാസത്തിലാണെന്ന് എം സ്വരാജും പറയുന്നു. ആര്യാടൻ ഷൗക്കത്തും ഒട്ടും പിന്നോട്ടല്ല. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അത് നിലമ്പൂരിൽ അലയടിക്കുമെന്നുള്ള കാര്യമാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. PV അൻവറും വലിയ ആത്മവിശ്വാസത്തിലാണ്. PV അൻവർ 75,000 വോട്ട് എന്നുള്ള ആത്മവിശ്വാസം തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രചരണത്തിൻ്റെ ഘട്ടങ്ങളിലൊന്നും വലിയ രീതിയിൽ PV അൻവർ ജനങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നില്ല. കലാശക്കൂട്ടിൽ പോലും അദ്ദേഹം മാറി നിന്നു. എങ്കിലും തന്നെ ജനങ്ങൾ കൈവിടില്ല, തൻ്റെ കൂടെ ജനങ്ങളുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് PV അൻവറിനുള്ളത്. അങ്ങനെ 3 മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായുള്ള PV അൻവറും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. നിലവിലെ പോളിംഗ് ശതമാനം അനുസരിച്ചാണെങ്കിലും ആ ആത്മവിശ്വാസത്തിനൊട്ടും കുറവ് വരുത്തേണ്ട കാര്യമില്ല. കാരണം പ്രതികൂലമായ മഴ ഇപ്പോഴും പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. എങ്കിലും ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മുന്നണികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം. കാരണം കാടടച്ചുള്ള പ്രചരണമായിരുന്നു 3 മുന്നണികളും നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മഴ കാരണം ആളുകൾ എത്തുമോ എന്നുള്ളൊരു ഭയം ഓർക്കുണ്ടായിരുന്നു. എന്നാൽ പരമാവധി ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി 3 മുന്നണികളും അതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുള്ള PV അൻവറും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ശതമാനം തന്നെയാണ് ഇപ്പോൾ പോളിംഗിൽ കാണാൻ കഴിയുന്നതും. അതുപോലെ ഈ ബൂത്തുകളിലൊക്കെ ആളുകളുടെ നിര ഇപ്പോഴുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ? ഇനി 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പോളിംഗ് അവസാനിക്കാനായി. എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം? ഇപ്പോഴും നീണ്ട നിരയുണ്ടോ? മായ, വൈകിട്ടോട് കൂടി ജോലി കഴിഞ്ഞെത്തുന്നവരെല്ലാമാണ് ഇപ്പോൾ ബൂത്തുകളിലേക്ക് എത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉച്ച സമയത്ത് ഒരു അല്പം കുറവുണ്ടായിരുന്നു. കാരണം ആ സമയത്തെല്ലാം വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അതല്ല. ഇപ്പം മഴയ്ക്കൊരല്പം ശമനമുണ്ട്. മഴ പൂർണ്ണമായി പിന്മാറിയിട്ടില്ലെങ്കിൽ കൂടി മഴയ്ക്കൊരല്പം ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളിലെല്ലാമായി ആളുകൾ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നതും. അപ്പോഴും പ്രതിസന്ധി മഴ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ നിലമ്പൂർ എന്ന് പറയുന്നത് പലതും കാട് മേഖലയാണ്, അതുപോലെ മലയോര മേഖലയാണ്, പുഴ കടന്നു വരേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ആദിവാസി മേഖലകളുണ്ട്. അത്തരത്തിലുള്ളവർക്കെല്ലാമാണ് ഈ മഴ വലിയ പ്രതിസന്ധിയാകുന്നത്. നഗരത്തിലെല്ലാം വാഹനങ്ങളിലെത്തി ആളുകൾ വോട്ട് ചെയ്ത് പോകുന്നുണ്ട്. മറ്റുള്ളവരെല്ലാമാണ് ദൂരങ്ങളോളം നടന്നു വരേണ്ട ഒരു അവസ്ഥയുള്ളത്. എങ്കിലും ഈ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. കാരണം രാവിലെയും വൈകിട്ടുമാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. രാവിലെ ജോലിക്ക് പോകുന്നവരും വൈകിട്ട് ജോലി കഴിഞ്ഞെത്തുന്നവരും പോളിംഗ് ബൂത്തിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയൊരു നിര തന്നെ ബൂത്തുകളിൽ കാണുന്നുണ്ട്. അതുപോലെ ഈ കൂടുതൽ പോളിംഗ് ബൂത്തുകളൊക്കെ അനുവദിച്ച ഒരു സാഹചര്യത്തിൽ ഈ 6 മണിക്ക് ശേഷം കൂടുതൽ വലിയൊരു നിര അത് കാണാനുള്ളൊരു സാധ്യത കുറവല്ലേ? കാരണം കഴിഞ്ഞ തവണ നിന്ന് അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പോളിംഗ് ബൂത്തുകളൊക്കെ അനുവദിച്ചിട്ടുണ്ടല്ലോ.
അതേമായ 59 പുതിയ ബൂത്തുകളാണ് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീണ്ട നിര ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ്. വൈകിട്ട് കൃത്യമായി 6 മണിയോട് കൂടി തന്നെ പോളിംഗ് അവസാനിക്കുമെന്ന് കരുതുന്നു. കാരണം കഴിഞ്ഞ തവണത്തെയൊന്നും പോലെ കൂടുതൽ വരി നിൽക്കേണ്ട അവസ്ഥയില്ല. 59 പുതിയ ബൂത്തുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് വൈകിട്ട് 6 മണിക്ക് ശേഷം ഉണ്ടാകില്ല എന്ന് തന്നെ കരുതാം. പക്ഷേ ഈ പോത്തുകല്ലിലേക്കുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്? പോളിംഗ് എങ്ങനെയാണോ? സ്വരാജിൻ്റെ ജന്മസ്ഥലമാണ്, ഒപ്പം VS ജോയിയുടെ ഒരു പ്രവർത്തന മണ്ഡലം കൂടിയൊക്കെയാണ് ഈ പോത്തുകല്ല്. അൻവറിന് കൂടുതലായി വോട്ടൊക്കെ ലഭിച്ച ഒരു സ്ഥലം കൂടിയാണ് പോത്തുകല്ല്. അവിടെയൊക്കെ ആളുകളുടെ ഒരു പ്രതികരണം, അവിടുത്തെ ഒരു പോളിംഗ് എങ്ങനെയാണ്? മായ, പോത്തുകല്ലിൽ വളരെ വലിയൊരു പോളിംഗ് ശതമാനം തന്നെയുണ്ട്. നമ്മൾ ഈ 64% എന്ന് പറയുമ്പോഴും 61.1% പോത്തുകല്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ ഈ ഒരു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തു തന്നെ പറയാം. നമുക്കറിയാം കവളപ്പാറയെല്ലാം ഈ പോത്തുകൽ പഞ്ചായത്തിലാണ്. അതുകൊണ്ട് തന്നെ വലിയ വിവാദങ്ങളെല്ലാം തുടക്കത്തിലുണ്ടായിരുന്നു. കാരണം കവളപ്പാറ ദുരന്തം കഴിഞ്ഞ് 6 വർഷം പിന്നിടുമ്പോഴും യാതൊരുവിധ നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും ആ ഭാഗങ്ങളിലെല്ലാം ഈ UDF മുന്നോട്ട് വെച്ചത്. UDFിൻ്റെ പ്രചരണങ്ങൾ തുടക്കം അവിടെ തന്നെ പോത്തുകൽ പഞ്ചായത്തിലായിരുന്നു. അവരെല്ലാവരും മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണം, പ്രധാനപ്പെട്ട കാര്യം ഈ കവളപ്പാറ ദുരന്തം തന്നെയാണ്. അവർക്ക് ഇതുവരെ നീതി ലഭിച്ചില്ല എന്നുള്ള കാര്യമാണ് UDF പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അവിടുത്തെ അത്തരം ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് വളരെ ആശങ്ക നിറഞ്ഞ കാര്യമായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ പോളിംഗ് ശതമാനം അനുസരിച്ച് 61% പോത്തുകല്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളും നിലമ്പൂർ, അതായത് ഒരുപക്ഷെ അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ തുടർച്ചയായിരിക്കും, എന്ത് തന്നെയായാലും അവർ വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്.